ചില സുഹൃത്തുക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്മോക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ, എൻ്റെ ഫാദർ 80 വയസ്സ് വരെ ജീവിച്ചു. എൻ്റെ ഗ്രാൻഡ് ഫാദർ 100 വയസ്സ് വരെ ജീവിച്ചു. അവരൊക്കെ ചെയിൻ സ്മോക്കേഴ്സ് ആയിരുന്നു. എനിക്കതൊരു വിഷയമല്ല. പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത്, ഏകദേശം 90% ഹാർട്ട് അറ്റാക്ക് വരുന്ന ആളുകളും ചെയിൻ സ്മോക്കേഴ്സാണ്. ഇനി ഇൻ കേസ് അതിൽ 10% ആളുകൾ രക്ഷപ്പെട്ടാൽ അവർക്ക് ക്യാൻസർ വരും. അതിലൊരു ഫ്യൂ പെർസെൻ്റ് ആളുകൾ രക്ഷപ്പെട്ടാൽ ജീവിത അവസാന കാലങ്ങളിൽ അവർക്ക് COPD വരും. COPD എന്ന് പറഞ്ഞാൽ ഇത്ര വൃത്തികെട്ട ഒരു അസുഖം വേറെയില്ല. കാരണം നമുക്കൊരു റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തൊരു ശ്വാസമുട്ടാണത്. അലർജി കൊണ്ട് സംഭവിക്കുന്ന പോലെ സാധാരണയുള്ള ശ്വാസമുട്ട് പോലെയല്ല. നമ്മുടെ ശ്വാസകോശം വടി പോലെ നിൽക്കും. അതിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി എല്ലാം നഷ്ടപ്പെട്ട് നമുക്ക് അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനും പറ്റാത്ത അവസ്ഥ, നരകിച്ച ജീവിതമായിരിക്കും. അതുകൊണ്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോഴേ നിർത്താനുള്ള ശ്രമം തുടങ്ങിക്കോളും. അത് മാത്രമല്ല, ഈ സംഭവം നമുക്ക് നമ്മുടെ ബ്രെയിനിന് സ്ട്രോക്ക് ഉണ്ടാക്കും, കണ്ണ് കളയും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും, കിഡ്നി അടിച്ചു പോകും, സെക്ഷൽ ഡ്രൈവിനെ കുറക്കും, നമ്മുടെ ശരീരത്തിൽ ഒരു മരുന്നും ഫലിക്കാതെ ഇരിക്കും, ഡബിൾ ഡോസ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്തിട്ട്, ആരെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കൊരു പ്രോത്സാഹനമെങ്കിലും ഈ വീഡിയോ ആവട്ടെ.